ഹായ് നമസ്കാരം, ഞാൻ മുബാറക്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ക്യാൻവയിലുള്ള നമ്മുടെ ഓരോ ടൂളുകളെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ വീഡിയോ സീരീസ് ആണിത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ടെക്സ്റ്റ് ആനിമേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വീഡിയോ എന്നുള്ള പ്രൊജക്റ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാനിതിലൊരു ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് ആ ടെക്സ്റ്റിനെ എങ്ങനെ ആനിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകും. ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യുകയാണ്. ഈ ടെക്സ്റ്റ് നമുക്ക് എങ്ങനെ ആനിമേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ഇതിൻ്റെ ഫോണ്ട് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. ഇനി ഞാൻ ഈ ഒരു ഫോണ്ടിന് ഒരു എഫക്റ്റ് ആഡ് ചെയ്യാണ്, മീൻസ് എഫക്റ്റിൻ്റെ സ്റ്റൈൽ ആഡ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് താഴേക്ക് വന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് ഒരു 1.9 സെക്കൻഡിൽ ഒരു ഹാഫിൻ്റെ ഒരു പകുതിയിൽ കൊണ്ടുവച്ചിട്ട് പേജ് സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു പേജിൽ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഫോണ്ട് സെലക്ട് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റിലേക്ക് പോവുക, പഴയതുപോലെ ചേഞ്ച് ചെയ്യുക. ഇത്രയും ചേഞ്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ എന്ത് ചെയ്യുക, ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ സ്പീഡൊന്ന് കുറയ്ക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ സിമ്പിളായിട്ടാണ്, ഞാൻ പെട്ടെന്നാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓരോ ടെക്സ്റ്റുകൾക്കും ആനിമേഷൻ ആഡ് ചെയ്യാനൊക്കെ ക്യാൻവയിൽ സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ക്യാൻവയിൽ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഓരോ സെപ്പറേറ്റ് ഓപ്ഷൻസുകൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പുതിയൊരു സീരീസ് ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്യാൻവ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.